2002 വോട്ടർ വിവരങ്ങൾ എങ്ങനെ കണ്ടെത്താം? എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കേണ്ട വിധം. വോട്ടർ പട്ടിക പുതുക്കുന്നതിനോ വിവരങ്ങൾ ചേർക്കുന്നതിനോ ഒക്കെയായി 2002 നിങ്ങളുടെ വോട്ടർ വിവരങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടോ? ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കേരള ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ വെബ്സൈറ്റ് നിങ്ങളെ സഹായിക്കും. തുടർന്ന് ഈ വിവരങ്ങൾ ഉപയോഗിച്ച് എന്യൂമറേഷൻ ഫോം എങ്ങനെ പൂരിപ്പിക്കാമെന്നും നോക്കാം. 1. വെബ്സൈറ്റ് സന്ദർശിക്കുക. സിഇഒ കേരളയുടെ വോട്ടർ സെർച്ച് പേജായ ceo.kerala.gov.in ലേക്കുള്ള ലിങ്ക് എന്ന ലിങ്ക് സന്ദർശിക്കുക. 2. ജില്ല തിരഞ്ഞെടുക്കുക. തുടർന്ന് കാണുന്ന പേജിൽ നിങ്ങളുടെ ജില്ല ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് കാസർഗോഡ് കസാരഗോഡ് തിരഞ്ഞെടുക്കാം. 3. നിയമസഭാ മണ്ഡലം LAC തിരഞ്ഞെടുക്കുക. അടുത്തതായി നിങ്ങൾ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലം LAC തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് മഞ്ചേശ്വരം തിരഞ്ഞെടുക്കുന്നു. 4. ബൂത്ത് നമ്പർ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ ബൂത്ത് നമ്പർ തിരഞ്ഞെടുക്കുക. ഉദാഹരണത്തിന് ബൂത്ത് നമ്പർ 16 തിരഞ്ഞെടുക്കുക. 5. പേര് നൽകി തിരയുക. തുടർന്ന് കാണുന്ന കോളത്തിൽ നിങ്ങളുടെ പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്യുക. ഇതിനായി നിങ്ങളുടെ ഫോണിലെ കമ്പ്യൂട്ടറിലെ ഭാഷാ ക്രമീകരണങ്ങളിൽ നിന്ന് മലയാളം ഇൻപുട്ട് ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അത് മലയാളമായി മാറുന്ന രീതി മാംഗ്ലീഷ് കീബോർഡ് ഉപയോഗിക്കാം. 6. ഫലം പരിശോധിക്കുക. നിങ്ങൾ നൽകിയ പേരിൽ തുടങ്ങുന്ന വോട്ടർമാരുടെ വിവരങ്ങൾ സ്ക്രീനിൽ കാണാം. ഇതിൽ നിന്നും നിങ്ങളുടെ പേര്, പിതാവിന്റെ, ഭർത്താവിന്റെ പേര് എന്നിവ പരിശോധിച്ച് നിങ്ങളുടെ നമ്പർ കണ്ടെത്തുക. 7. കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ പേരിന് നേരെ കാണുന്ന പച്ച നിറത്തിലുള്ള ബോക്സ്, ഗ്രീൻ കളർ ബോക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ മറ്റ് അംഗങ്ങളുടെ വോട്ടർ വിവരങ്ങൾ കാണാൻ സാധിക്കും. ചില സന്ദർഭങ്ങളിൽ അയൽവാസികളുടെ വിവരങ്ങളും കാണിച്ചേക്കാം. 2. എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കാൻ. മുകളിൽ തിരഞ്ഞെടുത്ത വിവരങ്ങൾ ഉപയോഗിച്ച് നിങ്ങളുടെ എന്യൂമറേഷൻ ഫോം എളുപ്പത്തിൽ പൂരിപ്പിക്കാൻ സാധിക്കും. നിങ്ങളുടെ ബൂത്ത് നമ്പർ, സീരിയൽ നമ്പർ, ID നമ്പർ എന്നിവ കൃത്യമായി ഫോമിൽ രേഖപ്പെടുത്താൻ ഈ സെർച്ച് സഹായിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ അബ്ദുള്ള എന്ന പേരാണ് തിരഞ്ഞതെങ്കിൽ ഒരേ പേരുള്ള നിരവധി പേർ ലിസ്റ്റിൽ വരും. അപ്പോൾ നൽകിയിട്ടുള്ള ബന്ധുവിന്റെ പേര് റിലേഷൻ നെയിം ഉപയോഗിച്ച് ശരിയായ ആളെ കണ്ടെത്തുക. ശേഷം പച്ച ബോക്സ് ക്ലിക്ക് ചെയ്താൽ വീട്ടിലെ മറ്റ് അംഗങ്ങളുടെ വിവരങ്ങളും ലഭിക്കും. ഫോം പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 1. നിലവിലെ വിവരങ്ങൾ, കറന്റ് ഡീറ്റെയിൽസ്. ഫോമിന്റെ മുകളിലുള്ള ആദ്യത്തെ കോളത്തിൽ നിങ്ങളുടെ നിലവിലെ ഡീറ്റെയിൽസ് പൂരിപ്പിക്കുക. 2. 2002 വിവരങ്ങൾ. 2002 വോട്ടർ ഡീറ്റെയിൽസ്. 2002 വോട്ടർ പട്ടികയിൽ നിങ്ങൾ പേരുള്ള വ്യക്തിയാണെങ്കിൽ ഫോമിന്റെ താഴെയുള്ള ഇടതുവശത്തെ കോളം, ലെഫ്റ്റ് സൈഡ് കോളം തിരഞ്ഞെടുത്ത് 2002 വിവരങ്ങൾ പൂരിപ്പിക്കുക. 2002 വോട്ടർ പട്ടികയിൽ നിങ്ങൾ വോട്ടർ അല്ലായിരുന്നെങ്കിൽ ഫോമിന്റെ താഴെയുള്ള വലതുവശത്തെ കോളം, റൈറ്റ് സൈഡ് കോളം തിരഞ്ഞെടുക്കുക. തുടർന്ന് 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന നിങ്ങളുടെ അമ്മ, അച്ഛൻ, മുത്തശ്ശി, മുത്തശ്ശൻ എന്നിവരിൽ ആരുടെയെങ്കിലും വിവരങ്ങൾ പൂരിപ്പിക്കുക. 3. ബന്ധം, റിലേഷൻ നൽകുന്നത്. എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുമ്പോൾ ബന്ധം നൽകുന്നതിൽ ആശയക്കുഴപ്പം വേണ്ട. 2002 വോട്ടർ പട്ടികയിൽ രേഖപ്പെടുത്തിയിരുന്ന അതേ ബന്ധം, റിലേഷൻ തന്നെ നൽകുക. 4. പഴയ നമ്പറുകൾ. 2002 അസംബ്ലി നമ്പർ, ബൂത്ത് നമ്പർ, സീരിയൽ നമ്പർ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുക. 5. സമർപ്പിക്കൽ. വിവരങ്ങളെല്ലാം കൃത്യമായി പൂരിപ്പിച്ച ശേഷം ഫോമിൽ നിങ്ങളുടെ ഒപ്പ്, സിഗ്നേച്ചർ രേഖപ്പെടുത്തി ബൂത്ത് ലെവൽ ഓഫീസർക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ വോട്ടർ വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തി എന്യൂമറേഷൻ ഫോം കൃത്യമായി പൂരിപ്പിക്കാൻ ഈ നിർദ്ദേശങ്ങൾ സഹായകമാകുമെന്ന് കരുതുന്നു.